Hello friends, welcome to the channel. അപ്പോൾ നമ്മളൊന്ന് രണ്ടാമത്തെ ഒരു ഫൈനാൻഷ്യൽ ന്യൂസ് ആയിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ ന്യൂസ് എന്ന് പറയുന്നത് ആക്ച്വലി നമ്മുടെ RBI ഉണ്ടല്ലോ, നമുക്ക് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഇപ്പോൾ 2 NBFCയുടെ രജിസ്ട്രേഷൻ ക്യാൻസൽ ചെയ്തിട്ടുണ്ട്. അതേത് NBFC എന്ന് നമുക്ക് നോക്കാമല്ലോ. എന്ന് വെച്ചാൽ നമുക്കറിയാം NBFC എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മൾ ഇഷ്ടം പോലെ ലോൺ എടുക്കുന്നു, മണി വ്യൂ ലോൺസും ക്രെഡിറ്റ് ബി അങ്ങനെ കുറേ സംഭവങ്ങളുണ്ടല്ലോ. അപ്പോൾ അതൊക്കെ NBFC ആണ്. അപ്പോൾ അതിനൊക്കെ നമുക്ക് RBIയുടെ അപ്രൂവൽ അല്ലെങ്കിൽ രജിസ്ട്രേഷൻ വേണം, എന്നാലും നമുക്ക് അവർക്ക് ഈ മണി ലെൻഡിങ് ഫീ ഇതിലേക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതായിരിക്കും. പിന്നെ അവരുടെ പോളിസി അങ്ങനെ കുറേ നമ്മുടെ RBIയുടെ പോളിസിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് ഇവരൊക്കെ ഫോളോ ചെയ്യണം. അപ്പോൾ ഇത് ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ആക്ച്വലി ഇവർക്ക് നമ്മുടെ എന്താ പറയുക COR, അതായത് സർട്ടിഫിക്കറ്റ് ഓഫ് രജിസ്ട്രേഷൻ ക്യാൻസൽ ആവും. അപ്പോൾ അങ്ങനെയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. രണ്ട് NBFCക്കാണ് ഇങ്ങനെ പണി കെട്ടിക്കുന്നത് കേട്ടോ. അപ്പോൾ ഏതൊക്കെയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് മുമ്പ് ചാനൽ പുതിയൊന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. അതുപോലെ തന്നെ നമ്മുടെ മെയിൻ ചാനലായിട്ടുള്ള goodhappenshereajay നോക്കി നോക്കുക. നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. നമ്മളതിൽ മെയിനായിട്ട് ഫൈനാൻഷ്യലും അതുപോലെ തന്നെ ടെക്കും അതൊക്കെ നോക്കുന്നുണ്ട്, അൺബോക്സിങ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ക്രെഡിറ്റ് കാർഡ് പരമായിട്ടുള്ള ലോൺ പരമായിട്ടുള്ള എല്ലാ ഡീറ്റെയിൽസും നമ്മളതിൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. അപ്പോൾ മെയിൻ ന്യൂസ് വന്നിരിക്കുന്നത് ഞാൻ പറഞ്ഞല്ലോ, 2 NBFC ഇപ്പോൾ അവർ നമ്മുടെ രജിസ്ട്രേഷൻ ക്യാൻസൽ ചെയ്തിട്ടുണ്ട്. അത് പേര് ഞാൻ പറഞ്ഞുതരാം. രണ്ടെണ്ണം എന്തൊക്കെയാണ്, ഒരെണ്ണം കുഡോസ് ഫിനാൻസ് ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറഞ്ഞാൽ അത് പൂനെ ബേസ്ഡ് ഒരെണ്ണമായിരുന്നു. പിന്നെ മുംബൈ ബേസ്ഡ് ആയിട്ടുള്ള ക്രെഡിറ്റ് ഗേറ്റ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറഞ്ഞാൽ രണ്ടെണ്ണത്തിനെയാണ് NBFC ഇപ്പോൾ ക്യാൻസൽ ആയിരിക്കുന്നത്. അത് ഇവർ ക്യാൻസൽ ചെയ്തേക്കുന്നത് നമ്മുടെ സർട്ടിഫിക്കറ്റ് ഓഫ് രജിസ്ട്രേഷനാണ്, അതായത് അവരുടെ RBI രജിസ്ട്രേഷനാണ് ക്യാൻസൽ ചെയ്തേക്കുന്നത്. അത് എന്തിനാണെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ വയലേഷൻ ഓഫ് RBI ഗൈഡ് ലൈൻസ് ഓൺ ഔട്ട്സോഴ്സിംഗ് ആൻഡ് ഫെയർ ഡീലിംഗ് ആക്ടിവിറ്റീസ് ഇൻ ദ വർക്ക് ഓഫ് ഡിജിറ്റൽ ലോൺ ഓപ്പറേഷൻ ത്രൂ തേർഡ് പാർട്ടി ആപ്സ്. അതായത് നമുക്ക് തേർഡ് പാർട്ടി ആപ്സ് ഉപയോഗിച്ചിട്ട് ഇവർ ലോൺ കൊടുക്കുന്നതിൻ്റെ അതിൽ ആക്ച്വലി ഇവർ RBIയുടെ റൂൾ വയലേറ്റ് ചെയ്ത് പറഞ്ഞിട്ടാണ് അവർ അത് ക്യാൻസൽ ചെയ്തേക്കുന്നത്. ഇപ്പോൾ പിന്നെ അത് എന്താ പറയുക, ഈ കുറേ കംപ്ലയിൻറ്റ്സ് വന്നിട്ടുണ്ടായിരുന്നു. അതായത് ഇവരുടെ പേരിൽ കുറേ കസ്റ്റമേഴ്സിൻ്റെ കംപ്ലയിൻറ്റ്സ് വന്നിട്ടുണ്ട്, ഹരാസ്മെൻറ്റ് കാര്യങ്ങളൊക്കെ ആയിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടും ഇവർ ആക്ഷൻ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ആക്ച്വലി ഇപ്പോൾ ആദ്യമായിട്ടല്ല RBI ഇങ്ങനെ ഒരു NBFCക്കെതിരെ നമുക്ക് ഇപ്പോൾ ഇങ്ങനെ ഒരു ആക്ഷൻ എടുക്കുന്നത്. ഇതിനു മുമ്പ് 𝙭𝙤 സർവീസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറഞ്ഞൊരു NBFCക്കെതിരെയും ആക്ച്വലി ആക്ഷൻ എടുത്തിട്ടുണ്ട്. അത് ആക്ച്വലി എടുത്തേക്കുന്നത് നമ്മുടെ കസ്റ്റമേഴ്സിനെതിരെ അതൊരു ഹരാസ്മെൻറ്റിനായിരുന്നു. 𝙭𝙤 നിങ്ങൾ കണ്ടായിരിക്കും. ക്രെഡിറ്റ് ബിൻ്റെ NBFCയുടെ പേരാണ് 𝙭𝙤 എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ അതിന് മുമ്പ് പണ്ട് നമ്മൾ വീഡിയോ ഉണ്ടായിരുന്നു 𝙭𝙤 കസ്റ്റമർ കെയറിനെ കുറിച്ചിട്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഒരു ഓൾറെഡി മുമ്പ് ഫെബ്രുവരിയിൽ കഴിഞ്ഞ കൊല്ലം ഫെബ്രുവരിയിൽ ഒരു ആക്ഷൻ എടുത്തിട്ടുണ്ടായിരുന്നു. അത് ഫൈൻ കൊടുത്തിട്ടുണ്ടായിരുന്നു, 42 lakh ഫൈൻ കൊടുത്തിട്ടുണ്ടായിരുന്നു ഇവർക്ക് RBI. അത് തിരിച്ചടയ്ക്കാൻ വേണ്ടിയിട്ട്. അതായത് കാരണം ഹരാസിങ് ദ കസ്റ്റമർ അറ്റ് ദ ടൈം ഓഫ് ലോൺ കളക്ഷൻ തന്നെയാണ്. അതിൻ്റെ കാരണമായിട്ടാണ് ഇവർ കൊടുത്തത്. അത് ഞാൻ അന്നും നമ്മുടെ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ടെന്ന് ക്രെഡിറ്റ് ബിയുടെ കസ്റ്റമറിനെ കുറിച്ച് തന്നെ കേട്ടോ. ബാക്കിയുള്ളതിനൊന്നും വലിയ കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ പക്ഷേ അവർ കുറച്ചും കൂടി ഡീസൻ്റ് ആയിട്ടുണ്ട്. എന്താ വെച്ചാൽ ഇപ്പോൾ നല്ല എന്താ പറയുക, നല്ല ആ സമയത്തൊക്കെ അത്യാവശ്യം നമ്മുടെ എന്താ പറയുക കോമ്പറ്റീഷൻ കുറവായിരുന്നു. ഇപ്പോൾ പക്ഷേ നല്ല കുറേ മണി വ്യൂ ലോൺസും അങ്ങനെ കുറേ സംഭവങ്ങൾ നല്ല സ്മൂത്തായിട്ട് വർക്ക് ചെയ്യുന്നതുകൊണ്ട് അവർക്ക് കോമ്പറ്റീഷൻ വന്നുകൊണ്ട് അത് കുറച്ചൊക്കെ ഇമ്പ്രൂവ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ 𝙭𝙤 ഞാനിപ്പോൾ റെക്കമെൻഡ് ചോദിച്ചാൽ ഞാൻ കണ്ണും പൂട്ടി റെക്കമെൻഡ് ചെയ്യുന്നു പറയില്ല. പക്ഷേ നിങ്ങൾക്ക് ഒരു ഓഫറോ അങ്ങനെ കാര്യങ്ങളൊക്കെ കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ അപ്ലൈ ചെയ്ത് നോക്കി നോക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ ഫൈനാൻഷ്യൽ ന്യൂസ് കേട്ടോ. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. മെയിൻ ചാനലായ goodhappenshereajay സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട, സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട. ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക് ഫോളോ ചെയ്യാൻ മറക്കണ്ട. എല്ലാത്തിൽ ലിങ്കും കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ട് കേട്ടോ. അപ്പോൾ ഞാൻ അടുത്ത വീഡിയോ കാണാം. ബൈ.